നമസ്കാരം. നമ്മൾ പറയാറുണ്ട് ഈ മുട്ടയെന്ന് വിരിയാത്ത പിള്ളേരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത്, അവരെ ഒരു കാര്യം ഏൽപ്പിക്കരുത് എന്ന്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, അസംബ്ലി തെരഞ്ഞെടുപ്പില്, ഇനി നമ്മുടെ സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ തീർത്ത്, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തീർത്ത്, തൊഴിൽ പ്രതിസന്ധിയൊക്കെ തീർത്ത്, നമ്മുടെ സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി ആരൊക്കെ ആയിരിക്കണം ഇവിടെ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് അധികാരം കൊടുക്കേണ്ടത് എന്നതിനെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുട്ടയെന്ന് വിരിയാത്ത കുറച്ചു പേർ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മാനസികമായി വിരിയാത്ത കുറച്ചു പേർ ഉണ്ടായിപ്പോയി എന്നത് നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. അങ്ങനെ മുട്ടയെന്ന് വിരിയാത്ത സ്ഥാനാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. ഒന്ന്, പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. പിന്നെ ബേപ്പൂരില് കോൺഗ്രസിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന PV അൻവർ. അങ്ങനെ കുറെ പേർ അതില് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം വരും മുട്ടയെന്ന് വിരിയാത്ത. ഞാൻ അങ്ങനെ പറയുന്നത് അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പ്രായമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇപ്പോ ആരോഗ്യമന്ത്രി കാണിച്ചത് നമുക്കറിയാലോ. കണ്ണൂരില് 3 KSU പ്രവർത്തകർ, 4 5 KSU പ്രവർത്തകർ ദൂരെ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ, ഒരു തുണി വീശി കാണിച്ചപ്പോൾ അവരെ നേരെ ചീറ്റപ്പുലി പോലെ ചാടി വീഴുന്നത് കണ്ടു. അക്കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ BJP പ്രവർത്തകരോട് കാണിച്ച നിലപാടായിരിക്കും എടുക്കേണ്ടിയിരുന്നത്. വീട് ഉപരോധിക്കാനോ ചാണ്ടി ഉമ്മനെ ഉപരോധിക്കാനോ വന്ന സമയത്ത് ചാണ്ടി അവർക്കിടയിലേക്ക് ചെന്നു. അതാണ് വേണ്ടത്. കാരണം അവരുടെ പ്രശ്നം എന്താണ്? വെറുതെ ഒരു സമരം ഉണ്ടാക്കലല്ലോ, അവർക്കൊരു ആവശ്യമുണ്ടാകും. ആ ആവശ്യത്തെ എന്താണെന്ന് കേട്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവിടെ സമരം തീരും. അതിനർത്ഥം ചാണ്ടി ഉമ്മന്റെ പാർട്ടിയിൽ BJPന്റെ ആൾക്കാർ അംഗത്വം എടുക്കുന്നു എന്നുള്ളതല്ല. ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണപക്ഷം നന്നാവൂ. എന്നതുപോലെ കണ്ണൂരിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ട് ജനങ്ങളെ അങ്ങോട്ട് കയ്യിലെടുക്കാൻ വേണ്ടി ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ച നുണ. അതായത് വിവേകം എന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തീരെ ഇല്ലാത്ത ഒരു മന്ത്രിയായിപ്പോയി. കാരണം ക്യാമറ കണ്ണുകളുണ്ട്, അവിടെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇതിന് പോരാഞ്ഞിട്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ടാവും. ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരും എന്നറിഞ്ഞിട്ടും KSUവിന്റെ ആ പ്രവർത്തകർ കഴുത്തടിച്ചു പൊട്ടിച്ചു എന്ന നിലയിൽ വലിയ വിവാദമുണ്ടാക്കുകയും പോലീസിനെ കൊണ്ട് കൊലപാതക ശ്രമത്തിന് കേസെടുപ്പിച്ച് ആ നിരപരാധികളെ ജയിലിലടുപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു വീണ ജോർജ്. ആ അർത്ഥത്തിൽ വീണ ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ആളല്ല. കാര്യം ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ആളാണ്. അതിന് കഴിയാത്ത ആളാണ് എന്ന് വീണ ജോർജ് കണ്ണൂരിൽ തെളിയിച്ചതാണ്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഞാനടക്കമുള്ളവർ ശോഭ ജയിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള കുറെ പേരെ സംരക്ഷിക്കുന്നത്, പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ സ്വന്തം പാർട്ടിയിൽ ഉണ്ടായപ്പോഴും സന്ദീപ് വാര്യർ ചാടിപ്പോയതുപോലെ ചാടിപ്പോകാതെ പിടിച്ചവിടെ നിന്ന് നാളെ എനിക്കും ഒരു സമയം ഉണ്ടാകും, തന്നെയും അംഗീകരിക്കുന്ന ആൾക്കാർ ഇവിടെ വരും എന്നൊരു പ്രതീക്ഷയിൽ ക്ഷമയോടെ കാത്തുനിന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഒരാളെന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന് ഒരു മെച്ചം ഉണ്ടാകും ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ധാരണയെ മറിച്ചിട്ടുകൊണ്ടാണ് BJPന്റെ പ്രവർത്തകർ കൂടുതലുള്ള, അനുഭാവികൾ കൂടുതലുള്ള ചില മേഖലയിൽ രമേശ് പിഷാരടിയെ തടഞ്ഞത്. ആ തടഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് ശോഭ സംസാരിക്കുന്നതും വാർത്തകളായി പുറത്തു വന്നിരുന്നു. വോട്ടെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടയിൽ വോട്ടർമാർക്ക് പണം കൊടുത്ത കാര്യം കൈയോടെ പിടിച്ചപ്പോൾ, അതായത് തന്റെ വാഹനത്തിൽ നിഴലാണെന്ന് പറഞ്ഞു, അതായത് കള്ളത്തരം പിടിച്ചു കഴിയുമ്പോൾ അതിനെ മനുഷ്യന് കൊള്ളാവുന്ന രീതിയിൽ, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം ഈ കണ്ടുപിടിച്ചവരും കണ്ടവരുമൊക്കെയാണ് കുറ്റക്കാർ എന്ന നിലയിൽ അവർ പറയുന്നത് കേട്ടു. ആ കാറിനുള്ളിലേക്ക് കൈയിട്ട് അയാളെ ഫോണ് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ കുറെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, പിന്നെ നിഴലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ കൊടുത്തു, വെളുത്ത ചുരിദാറിട്ട ഒരു മുല്ലപ്പൂക്കിട്ട ഒരു സ്ത്രീ കാറിനകത്തുണ്ട്, അവർ തന്നെയാണ് പണം കൊണ്ടുവന്ന്. ഇതൊക്കെ പിടിച്ച കാര്യങ്ങളാണ്. കൈയോടെ പിടിക്കുമ്പോഴും പിന്നെ അവിടെ കിടന്ന് മെഴുകി വാരരുത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിനിധിയായിരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്നാണ്. മറ്റൊരാളാണ് PV അൻവർ. PV അൻവർ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 25,000 വോട്ടിന് താന് ജയിക്കുമെന്നും 25,000 വോട്ടിന് ഭൂരിപക്ഷം ഇല്ല, ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്റെ ചെവി രണ്ടും അങ്ങോട്ടും മുറിച്ചിടും എന്ന് പറഞ്ഞ ആളാണ് PV അൻവർ.
എന്നത് ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കാനൊന്നും പാടില്ല. ഇപ്പോ ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ റിയാസിനെതിരെ താൻ വലിയ വിജയം നേടുമെന്നും റിയാസിനെതിരെ താൻ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്റെ രണ്ട് ചെവിയിലും കമ്മലിട്ടുകൊണ്ട് തലയും മുട്ടയടിച്ച് മുണ്ടനം ചെയ്തുകൊണ്ട് കോഴിക്കോട് അങ്ങാടിയിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ നടക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മാനസിക നില ഒരു 5 വയസ്സുകാരൻ നിന്നെ ഞാൻ നുള്ളും, എനിക്ക് നീ മിഠായി തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നുള്ളും എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് താഴ്ന്നു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല അവിടെ ഒരു കുറുക്കൻ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. റിയാസ് ഇത് ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി ഒപ്പിടും എന്നൊക്കെ പ്രസ് ക്ലബ്ബിൽ വെച്ച് എഴുതി ഒപ്പിടും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കേവലം ബാലിശമാണ്. ഇതൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതേസമയം റിയാസ് എടുത്തിട്ടുള്ള നിലപാട് അതിന് സാരമില്ല, അത് പ്രതികരിക്കാൻ കഴിയില്ല, അത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പക്വമായ ഒരു നിലപാടാണ് റിയാസ് എടുത്തത്. അങ്ങനെ പക്വമായ നിലപാടെടുക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ അത്തരത്തിൽ പക്വമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ അത്ര പക്വമായ നിലപാടെടുക്കുന്ന ആളെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് ചൂടാകും. ഷാഫിയെ മീഡിയക്കാരും മറ്റുള്ളവരും എത്ര പ്രകോപിപ്പിച്ചു കഴിഞ്ഞാലും ഇത് പൊതുവേദിയാണ്, ഇത് ജനങ്ങൾ കാണുന്നതാണ് എന്ന ഒരു ബോധത്തോടു കൂടി, തന്നെ വിലയിരുത്തുന്നതാണ് എന്ന ഒരു ബോധത്തോടു കൂടി മാത്രമേ സംസാരിക്കൂ. അത് ഏത് സന്ദർഭത്തിലായാലും അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഇപ്പോ കണ്ണൂരിൽ വെച്ച് ഷാഫിയെ മർദ്ദിച്ച് മൂക്ക് പരിക്ക് പറ്റിയ സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ പോലും ഷാഫിയുടെ പ്രതികരണം അതിരുവിട്ടു പോയിട്ടില്ല എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇടതുപക്ഷത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. UDF അതുപോലെ മാത്യു കുഴനാടനുണ്ട്, അതുപോലെ മറ്റു പലരുമുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കുറെ പേർ ആ മത്സര രംഗത്ത് പാടില്ലാത്തവരാണെന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് PV അൻവർ. കാര്യം അയാളുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തീരാൻ പോവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ PV അൻവർ ഇല്ല. തൃണമൂൽ കോൺഗ്രസ് വിട്ടു, പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന പറയുന്നത്. അങ്ങനെ രൂപീകരിച്ച 4-3-7 പേര് ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. പിന്നെ ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വരും. PV അൻവറിന്റെ ഈ ഒരു സംസാരം, കാത് ഞാൻ കമ്മല് കുത്തിയ മൊട്ടയടിച്ചങ്ങോട്ട് നടക്കും എന്നൊക്കെ പറയുന്നത് ഒരു MLAക്ക് ചേർന്ന വർത്താനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു MLA എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കേണ്ട ഒരാളാണ്, മാതൃകയായിരിക്കണം. ആ മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാർക്കും ജയിക്കുന്നത് വരെയല്ലേ ഉള്ളൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി. ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ആ മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രതിനിധിയല്ലേ. അപ്പൊ ആ ഒരു ക്വാളിറ്റിയൊക്കെ വേണ്ടേ? ആ ക്വാളിറ്റി ഇവർ 3 പേരിൽ, പ്രത്യേകിച്ച് PV അൻവറിൽ ഞാൻ കണ്ടില്ല. അവിടെ വളരെ പാകമായിട്ടാണ് പാലക്കാട് രമേശ് പിഷാരടി സംസാരിച്ചത്, അതുപോലെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് സംസാരിച്ചത്, പിന്നെ നമ്മളെ വീണ ജോർജിനെതിരെ മത്സരിക്കുന്ന അബിൻ വർക്കി സംസാരിച്ചത്. അങ്ങനെ കുറെ പേർ അങ്ങനെ പാകമായും പക്വമായും സംസാരിക്കുന്നവരാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരേണ്ടത്. Different angles. Don't forget to subscribe and support this channel.